റാണിക്കുരുവി ഒരു വക്കാലത്ത് കൊടുത്തു. രാജാവിന്റെ ദർബാറിൽ എല്ലാരും അപ്പോൾ ഒത്തുകൂടി. രാജാവേ, പരി എന്റെ മകളാ. ഞാനാ അവളെ പ്രസവിച്ചത്. ഒരമ്മയായ എനിക്ക് മകളോടുകൂടെ ജീവിക്കാൻ അധികാരമില്ലേ? അധികാരമോ? എന്തധികാരം? മഹാരാജാവേ, ഒരു കുഞ്ഞു ജനിച്ചതും അമ്മ അത് വിട്ടിട്ട് പോയാൽ ആ കുഞ്ഞിനോട് എങ്ങനെ അധികാരമെടുക്കാൻ പറ്റും? ഇത്രയും ദിവസം പരിയെ നോക്കിയത് ഞാനാ. അവളോട് എനിക്കാണ് അധികാരമുള്ളത്. അങ്ങനെ ഒന്നുമല്ല കാര്യം. പ്രസവിച്ചവൾക്ക് കുഞ്ഞിന്റെ വിലയറിയൂ. മഹാരാജാവേ, ന്യായം കിട്ടുമെന്ന് കരുതിയാണ് ഞാനിവിടെ വന്നത്. രണ്ടുപേരും പറഞ്ഞത് ഞാൻ കേട്ടു. ഞാനിപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നു. കുറച്ചു ദിവസത്തേക്കിന് റാണി പക്ഷിക്ക് തന്റെ കുഞ്ഞിനെ നോക്കാനുള്ള അർഹതയുണ്ട്. ഒരുപക്ഷെ തന്റെ കുഞ്ഞിനെ അവൾ നല്ല രീതിയിൽ വളർത്തിയില്ലെങ്കിൽ, പരി അവളെ അമ്മയായി അംഗീകരിച്ചില്ലെങ്കിൽ, പരിയെ ലൂസിക്ക് തന്നെ കൊടുക്കപ്പെടും. പരിക്കുരുവിയുടെ അടുത്തേക്ക് റാണിക്കുരുവി പോയി. റാണിക്കുരുവി ഒരുപാട് സന്തോഷിച്ചു. ചക്കര മോളെ, വാ എന്റെ കൂടെ. പരിയും റാണിയും രണ്ടുപേരും കൂട്ടിലേക്ക് വന്നു.